പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും വലിയ വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്, നാഷണൽ എക്സ്ക്ലൂസീവ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഹരിയാനയിലെ സീറ്റ് കോഴയിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ വാട്സാപ്പ് ചാറ്റുകൾ കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുന്നു. സീറ്റിന് കോഴ വിവാദത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തുവിടുകയാണ് കൈരളി ന്യൂസ്. പണം അക്കൗണ്ടിൽ ലഭിച്ചില്ലെന്നും ആദ്യം നൽകിയ പണം ലഭിച്ചെന്നും കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ മെസ്സേജ്. പരാതിക്കാരൻ ഗൗരവ് കുമാറുമായി നടത്തിയ ചർച്ചകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ തന്നെ ഗൗരവ് കുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് കൊടിക്കുന്നിൽ സുരേഷിന്റെ ഈ പ്രശ്നം വന്നപ്പോൾ തനിക്ക് കുറച്ച് പണം തിരികെ നൽകിയെന്നായിരുന്നു ഗൗരവ് പറഞ്ഞത്. 15 ലക്ഷം രൂപ കൊടിക്കുന്നിൽ സുരേഷ് തനിക്ക് തിരിച്ചു നൽകി. 2 എംപിമാരെ സാക്ഷി നിർത്തിയാണ് ആ പണം തിരിച്ചു നൽകിയത്. എന്നാൽ KC വേണുഗോപാലും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ ഇതുവരെ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ മിണ്ടുകയോ ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന ഗൗരവ് കുമാർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലടക്കം വന്ന് വാർത്താ സമ്മേളനം നടത്തിപ്പോയിട്ടും ഗൗരവ് കുമാർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയർത്തിയ ഈ ഗുരുതരമായ ആക്ഷേപം ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ലാതായി പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് കാലം കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിയുടെ ദേശീയ നേതാക്കൾ ഹരിയാനയിൽ സീറ്റിന് കോഴ വാങ്ങി എന്നത് തെളിവ് സഹിതം ആക്ഷേപമായി ആ പാർട്ടിയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ലാതാകുന്നത്? ഒരൊറ്റ മാധ്യമവും അത് പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തില്ല എന്നത് നമ്മുടെ മുന്നിൽ തെളിവായി നിൽക്കുകയാണ്. വളരെ വ്യക്തമല്ലേ? UDF-നെ വേദനിപ്പിക്കുന്ന, കോൺഗ്രസിനെ നോവിക്കുന്ന ഒരു വാർത്തയും ഈ നാട്ടിലെ മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ നൽകില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വിഷയമെന്ന് പറയുന്നത്. പക്ഷേ നമ്മളിതാ വളരെ പ്രധാനപ്പെട്ട വാട്സാപ്പ് ചാറ്റുകൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷുമായി ബന്ധപ്പെട്ട് വിവരങ്ങളാണ് ഇപ്പോൾ ഗൗരവ് കുമാറും കൊടിക്കുന്നിൽ സുരേഷും സംസാരിച്ച ചാറ്റുകളാണ് ഇപ്പോൾ നമ്മൾ നൽകിയിരിക്കുന്നത്. വിഷ്ണു തലവൂർ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ നമ്മൾ ലോകത്തിന് മുൻപിലേക്ക് നൽകുകയാണ്. ഈ ഗൗരവ് കുമാറുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള സംഭാഷണമാണ് ഈ ചാറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യം വിഷ്ണു, ഈ ചാറ്റിൽ ഇവർ പരസ്പരം പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തായാലും കഴിഞ്ഞ ദിവസം ഗൗരവ് കുമാർ ഉയർത്തിയ ആരോപണങ്ങൾ കൂടുതൽ ശരിവെക്കുന്ന ചാറ്റുകൾ തന്നെയാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. അതായത് കൊടിക്കുന്നിൽ സുരേഷ് എംപിയും അതോടൊപ്പം തന്നെ ഹരിയാനയിലെ മഹിളാ കോൺഗ്രസ് നേതാവിൻ്റെ ഭർത്താവും തമ്മിൽ നടത്തിയ ചാറ്റുകളാണ്, വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ തന്നെയാണ് കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ ചാറ്റുകളിൽ കൃത്യമായി തന്നെ കൊടിക്കുന്നിൽ സുരേഷ് പണത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. പണം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിൽ തന്നെ 2 അക്കൗണ്ടുകൾ നൽകുന്നു. അതിൽ ഒരു അക്കൗണ്ടിൽ പണം നൽകിയിട്ടുണ്ട്, പണം ഇട്ടിട്ടുണ്ട്, പണം നൽകിയിട്ടുണ്ട് എന്ന ഗൗരവ് കുമാറിൻ്റെ ഒരു മെസ്സേജ് കൊടിക്കുന്നിൽ സുരേഷിന് പോകുന്നു. അതിന് റിപ്ലൈ ആയിട്ട് ഒരു അക്കൗണ്ടിൽ പണം ലഭിച്ചിട്ടുണ്ട്, പക്ഷേ മറ്റേ അക്കൗണ്ടിൽ പണം ലഭിച്ചിട്ടില്ല എന്ന് കൊടിക്കുന്നിൽ സുരേഷ് തിരികെ പറയുന്നു. അതിന് റിപ്ലൈ ആയിട്ട് ഗൗരവ് കുമാർ പറയുന്നത് രണ്ടാമത്തെ അക്കൗണ്ടിലും പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ഉടൻ തന്നെ അത് ലഭിക്കും എന്നതാണ് ഗൗരവ് കുമാർ തിരിച്ച് കൊടിക്കുന്നിൽ സുരേഷിനോട് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പുറത്തുവിടുന്ന ചാറ്റുകളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷ് തന്നെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട്, അതായത് SBI അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. അത് പാർലമെൻറ്റ് ബ്രാഞ്ച് SBIയുടെ പാർലമെൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് നമ്പറിൻ്റെ ഡീറ്റെയിൽസാണ് കൊടിക്കുന്നിൽ സുരേഷ് ഗൗരവ് കുമാറിന് ഷെയർ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ആ പാസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും SBIയുടെ പാർലമെൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് നമ്പറാണ്. സാലറി അക്കൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്, കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേരെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ് ഗൗരവ് കുമാറിന് തൻ്റെ അക്കൗണ്ട് നമ്പർ പാസ്ബുക്ക് അയച്ച് നൽകുന്നത്. അത്തരത്തിൽ കൊടിക്കുന്നിൽ സുരേഷും ഗൗരവ് കുമാറും നടത്തിയ നിർണായകമായിട്ടുള്ള ചാറ്റുകൾ, മെസ്സേജുകൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. അതോടൊപ്പം തന്നെ ഈ സീറ്റ് ലഭിക്കില്ല എന്ന് ഉറപ്പായതിന് പിന്നാലെ ഗൗരവ് കുമാർ ഇവരോട് പണം തിരികെ ചോദിക്കുന്നുണ്ട്. ആ പണം തിരികെ ചോദിക്കുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഭാഗത്തുനിന്നൊരു മെസ്സേജ് വരുന്നത് മറ്റു വഴിയിൽ പണം അറേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. 28 or 29 ഐ ക്യാൻ ഡു സംതിങ് വാട്ട് എവർ ഈസ് പോസിബിൾ എന്ന് കൊടിക്കുന്നിൽ സുരേഷ് തിരിച്ചൊരു റിപ്ലൈ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീണ്ടും ഇത്തരത്തിൽ ഗൗരവ് കുമാർ പണം തിരികെ ആവശ്യപ്പെടുന്നു. ആ പണം തിരികെ ആവശ്യപ്പെടുമ്പോൾ കൊടിക്കുന്നിലിൻ്റെ ഭാഗത്തുനിന്ന് തിരികെ ഒരു
മെസ്സേജ് പോകുന്നത് യു സെൻഡ് മീ യുവർ അക്കൗണ്ട് നമ്പർ, അതായത് ഗൗരവകുമാറിൻ്റെ അക്കൗണ്ട് നമ്പർ തിരികെ അയച്ചു കൊടുക്കാൻ പറയുന്നു. പിന്നീട് തന്നെ പാർലമെൻറ്റിൽ വന്ന് നേരിട്ട് കാണാൻ കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെടുന്നു. എന്തായാലും ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള ഈ വാട്സപ്പ് ചാറ്റുകൾ, സ്ക്രീൻഷോട്ടുകൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. നേരത്തെയൊക്കെ തന്നെ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ അടക്കം വലിയ പരാതികൾ ഗൗരവകുമാർ നടത്തിയിരുന്നു. ദില്ലി പോലീസിലടക്കം പരാതി നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് കൊടിക്കുന്നിൽ സുരേഷ്, KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി ഇവരുടെ പേഴ്സണൽ സ്റ്റാഫുകളുമാണ് 7 കോടി രൂപ കൈപ്പറ്റിയത് എന്നാണ്. അതിൽ ഗൗരവകുമാർ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളോട് പറഞ്ഞത് 15 ലക്ഷം രൂപ കൊടിക്കുന്നിൽ സുരേഷ് ഇതിനോടകം തന്നെ തിരിച്ചു നൽകിയിട്ടുണ്ട്. ആ 15 ലക്ഷം രൂപ തിരിച്ചു നൽകുന്നത് കോൺഗ്രസിന് തന്നെ 2 സാന്നിധ്യത്തിൽ ഇതിന്റെ തുടക്കം മുതലുള്ള വിവരങ്ങൾ പങ്കുവച്ചു പോകാമെന്ന് തോന്നുന്നു. വിഷ്ണു, എത്ര രൂപ കൊടിക്കുന്നിൽ സുരേഷിന് കൊടുത്തുവെന്നാണ് ഗൗരവകുമാർ ആക്ഷേപിക്കുന്നത്? നമുക്ക് ആ കണക്കുകൾ ഓരോന്നോരോന്നായി പറഞ്ഞു പോകാം. എത്ര രൂപ കൊടുത്തുവെന്നാണ് ആക്ഷേപിക്കുന്നത്? മനു, ഗൗരവകുമാർ പറയുന്ന കണക്കനുസരിച്ചുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിന് 1,20,000 രൂപയോളം കൊടുത്തു എന്ന് തന്നെയാണ്. അതിൽ 1 ലക്ഷം രൂപ കൊടിക്കുന്നിൽ സുരേഷിന്റെ PAയുടെയും മകൻ ക്ഷമിക്കണം 1,20,00,000 രൂപ കൊടിക്കുന്നിൽ സുരേഷിന് കൈമാറി എന്നതാണ് ഗൗരവകുമാർ എന്തായാലും ഈ ഒരു പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ആ പരാതിയിൽ തന്നെ ദില്ലി പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ തന്നെ ഇത്തരത്തിൽ ഗൗരവകുമാർ പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷിന് നൽകിയ പൈസയിൽ 90 ലക്ഷം രൂപ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ മകൻ്റെയും അതോടൊപ്പം തന്നെ PAയുടെയും അക്കൗണ്ടുകളിലേക്കാണ് ഇത്തരത്തിൽ കൈമാറ്റം ചെയ്തിട്ടുള്ളത് എന്നൊരു കാര്യം ദില്ലി പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ കൃത്യമായി തന്നെ എഴുതി നൽകിയിട്ടുണ്ട്. ഇതിൽ 15 ലക്ഷം രൂപ കൊടിക്കുന്നിൽ സുരേഷ് തിരികെ നൽകുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദില്ലിയിലെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വസതിയിൽ വെച്ചാണ് 2 MP-മാർ സത്പാൽ ബ്രഹ്മചാരി അതോടൊപ്പം തന്നെ ജയ്പ്രകാശ് എന്നീ 2 ഹരിയാനയിൽ നിന്ന് തന്നെയുള്ള 2 MP-മാരുടെ സാന്നിധ്യത്തിലാണ് 15 ലക്ഷം രൂപ പണമായി കൊടിക്കുന്നിൽ സുരേഷ് തിരികെ നൽകിയത് എന്നും ഗൗരവകുമാർ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി 1,05,00,000 രൂപ കൊടിക്കുന്നിൽ സുരേഷ് നൽകാനുണ്ട്.